എല്ലാ കൂട്ടുകാർക്കും മൈ ഗാർഡൻ 7ന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അന്ന് നമ്മൾ കിളച്ചൻ്റെ ബാക്കി കുറേ ചേമ്പുണ്ടായിരുന്നു. നമുക്കിന്ന് ആ നടൻ തട്ടിയത് കൊണ്ട് എല്ലാം ആ വിത്തിൽ നിന്നെല്ലാം കിളിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തേനകത്ത് വല്ല പ്രയോജനം ഉണ്ടോ എന്ന്. എൻ്റെ പഴയ വീഡിയോയ്ക്ക് നല്ല വ്യൂസാണ് കിട്ടിയത്. എല്ലാം ലൈക്ക് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. രണ്ട് കണ്ടോ, ഇതെല്ലാം കിളിച്ച് വരുവാണ്. ഇതെല്ലാം കിളിപ്പ് വന്നു. ഒടിഞ്ഞിരുന്നു. അന്ന് ഇതിനകത്തിൽ എല്ലാവരും കമൻ്റ് ഇട്ടായിരുന്നു അത് വിളയാത്തത് കൊണ്ടാണെന്നും പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം നല്ല കിളിപ്പ് വന്നു. ഇതൊക്കെ കണ്ടില്ല, നല്ലതായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. നല്ല വിത്തായിരുന്നു. ഇത്രയേ ഉള്ളൂ തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. പിന്നെ വലിയ ഒരെണ്ണം അടിയിൽ ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടു. ഇവിടെ ആയിരിക്കും. ഇവിടെ ഈ സൈഡിൽ ഞാൻ കണ്ടായിരുന്നു. അതല്ല, അതേ ഉള്ളു. ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കാവേ. ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മൂട്ടിൽ നിന്ന് നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്തത് നോക്കാൻ വേണ്ടി ഇതും അതുപോലെ എല്ലായിടത്തും വിത്തുകൾ കിളിച്ച് നിൽക്കുവാണ്. രണ്ടവിടെ ഇതുണ്ട്, പ്ലാവ് പിടിച്ച് കെട്ടി വെച്ചിരിക്കുക. ഇത് നമ്മുടെ ഒരു വിയറ്റ്നാമേർലിയാണ്, പ്ലാവാണ്. ഇത് നമ്മുടെ ഒരു വെള്ളച്ചാമ്പയായിരുന്നു. ഇതെല്ലാം കൂടെ മൂടിക്കിടന്നത് കാരണം ഇത് കിളിച്ചില്ല, ഇത്രയായിട്ട് നിൽക്കുക. ഇതിവിടുന്ന് അഴിച്ചു വിടും. പ്രാവശ്യം നമുക്ക് നിറയെ ഓമയ്ക്കയുണ്ട്. എല്ലാം തന്നെ കിളിച്ച് വന്ന ഓമയ്ക്ക കേട്ടോ. എല്ലാത്തിലും ഓമയ്ക്കയുണ്ട്. പ്രാവശ്യം എല്ലാത്തിലും നിറയെ ഓമയ്ക്കയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാവേ. നമ്മളധികം വളമൊന്നും ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടില്ല. ആദ്യത്തെയായി എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് കോഴിവളം, ഇതൊക്കെ മാത്രമേ ഇട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നേരത്തെ ഞങ്ങളുടെ ഈ അയ്യത്ത് നിറച്ച് വെള്ളം കയറുന്നതായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞങ്ങളൊന്നും നടത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം പിന്നെ എല്ലാം JCB കൊണ്ടുവന്ന് ഇവിടെ എല്ലാം കിളച്ചായിരുന്നു. കിളച്ച് കഴിഞ്ഞ പിന്നാണ് ഇത് നട്ടു നോക്കിയത്. ഇതെല്ലാം നമുക്ക് പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ് കേട്ടോ. വിത്തിട്ട് കിളിച്ച സാധനമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വിത്തേലായിരുന്നു കൊണ്ടത്. നന്നോടെ ഇനി പൊട്ടി വരും.
അതേല നമ്മുടെ കൊണ്ട. ഇപ്പൊ കൂട്ടുകാരി ഇതിൻ്റെ നല്ല വിത്തുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും പറയും തടം നട്ടാലേ കിളിക്കത്തുള്ളൂ. എൻ്റെ ഇപ്രാവശ്യം നല്ല വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല അമ്മയുടെ മാന്തുന്നുണ്ട്. അതുകൊണ്ട് അതിലെല്ലാം ചെറിയ ചെറിയ വിത്തുകളെല്ലാം ഉണ്ട്. ഇത് ഒടിക്കല്ല, ഇതുണ്ട് ഇവിടുന്ന് എടുക്കണേ. ഇത് നല്ലൊരു നിറച്ചുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിളവെടുക്കുന്നത് ഞങ്ങളുടെ അയ്യത്തു നിന്ന്. ഇതൊക്കെ കണ്ടോ, നല്ലതായിട്ട് കിളിച്ച്. ഇതൊക്കെ നമുക്ക് നടാവായിരിക്കും. കണ്ടോ, അതിലെല്ലാം കുഞ്ഞു കുഞ്ഞു വിത്തുകളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് സംശയമായിരുന്നു വിത്തിട്ടാൽ ഉണ്ടാകുമോയെന്നും പറഞ്ഞു. നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇതിനകം ഒന്ന് കളച്ച് നോക്കി കാണുമോ. ദൂരെ മാറ്റുകൊണ്ട് അല്ലെങ്കിൽ ഒടിഞ്ഞു ഇല്ല. അങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കുറച്ചെടുക്കാൻ. ഇതിപ്പോൾ നമ്മുടെ ഒരു 2 മൂടാണേ. അപ്പോൾ അടുത്ത ഞങ്ങൾ പറിക്കട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗായ്സ്.